തൃശൂർ ചൊവ്വന്നൂർ പഞ്ചായത്തിലെ SDPI ബന്ധവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാവ് വർഗീസ് ചൊവ്വന്നൂരിനെതിരായ നടപടി പിൻവലിച്ച് KPCC. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വർഗീസ് അടക്കമുള്ളവർ സഹകരിക്കാതിരുന്നാൽ തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് നടപടി. ശ്രീജിത്ത് ശ്രീകുമാരൻ തൃശൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. ശ്രീജിത്ത്, ഏത് രീതിയിലും സാധ്യമായ എല്ലാ വോട്ടുകളും ഒപ്പിക്കുക, കൂടെ നിർത്തുക എന്ന തീരുമാനത്തിന്റെ പുറത്തുകൂടിയാണ് ഇങ്ങനൊരു തീരുമാനം ഇപ്പോൾ KPCC എടുത്തിരിക്കുന്നത് എന്ന് വേണമോ വിലയിരുത്താൻ? തീർച്ചയായും ദിൽന, സുഹൈൽ, എന്തായാലും വർഗീസ് ചൊവ്വന്നൂരിനെതിരായ നടപടി പാർട്ടി പിൻവലിക്കുകയാണെന്ന ഒരു വാർത്താക്കുറിപ്പിലൂടെയാണ് ജോസഫ് ടാജറ്റ്, ഇവിടുത്തെ തൃശ്ശൂരിലെ DCC പ്രസിഡന്റ്, ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും SDPI ബന്ധമായിരുന്നു പ്രധാനമായും വർഗീസ് ചൊവ്വന്നൂരിനെതിരായ ആക്ഷേപമായി ഉണ്ടായിരുന്നത്. DCC ഭാരവാഹിയായിരുന്ന വർഗീസ് ചൊവ്വന്നൂരിനെ SDPIയുടെ പിന്തുണയോടുകൂടി ഭരണം പിടിച്ചതിനുമായി ബന്ധപ്പെട്ടാണ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നത്. ആ വിഷയത്തിലാണ് ഇപ്പോൾ ഒരു സൊല്യൂഷൻ ഉണ്ടായിരിക്കുന്നത്. വർഗീസ് ചൊവ്വന്നൂരും അദ്ദേഹത്തോട് അടുപ്പമുള്ള ആളുകളും ജില്ലയിൽ തന്നെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവർ എതിരെ നിന്നു കഴിഞ്ഞാൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് ഒരു വലിയ കനത്ത തിരിച്ചടിയാകുമെന്ന വിലയിരുത്തൽ കോൺഗ്രസ് നേതൃത്വത്തിനുണ്ടായിരുന്നു. അങ്ങനെ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് കൂടി ഇടപെട്ടാണ് KPCC നേതൃത്വത്തെ ഇപ്പോൾ നയിപ്പിച്ചിരിക്കുന്നത്. ഈ വിഷയത്തിൽ ഈ ഇവിടങ്ങളിലെ സ്ഥാനാർത്ഥികളടക്കം ഇദ്ദേഹത്തെ ചൊവ്വന്നൂരിനെ തിരിച്ചെടുക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടി പിൻവലിച്ചിരിക്കുന്നത്. പക്ഷേ SDPI ബന്ധത്തിന്റെ പേരിലായിരുന്നു പുറത്താക്കിയത്. ആ SDPI ബന്ധത്തിന്റെ പേരിൽ പുറത്താക്കിയ ഇദ്ദേഹത്തെ തിരിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്ന സമയത്ത് ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ എതിർപ്പ് പറഞ്ഞിരുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഒരു SDPI ബന്ധത്തിന്റെ പേരിൽ ഒരു നേതാവിനെ പുറത്താക്കിയ നേതാവിനെ വീണ്ടും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തിരിച്ചെടുത്തത് വലിയ ചർച്ചയാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇടതുപക്ഷവും അതുപോലെ തന്നെ BJPയും അത് ജില്ലയിലുടനീളം ചർച്ചയാക്കും. എന്തായാലും കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ ഇടഞ്ഞു നിൽക്കുന്ന നേതാക്കളെ തിരിച്ചെടുക്കുന്ന തിരക്കിലാണ്. വിമതർ സ്വരം പാടില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടികളിലേക്ക് പോയാൽ ജില്ലയിൽ വലിയ തിരിച്ചടി നേരിടുമെന്ന് അവർക്ക് തന്നെ ഉറപ്പാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് വർഗീസ് ചൊവ്വന്നൂരിനെതിരായ നടപടി ഇപ്പോൾ പിൻവലിച്ചുകൊണ്ട് വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.